വാഷിംഗ്ടണിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും അതിർത്തി മേഖലയിൽ സമാധാനം നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ള മൂന്നാം ഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നത്. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അമേരിക്ക അറിയിച്ചത്. വ്യാഴാഴ്ച നടന്ന ചർച്ചകൾ 8 മണിക്കൂറിലധികം നീണ്ടു. ചർച്ചകളിൽ പല പ്രധാന വിഷയങ്ങളും വിശദമായി സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ചർച്ചയിൽ ക്രിയാത്മകമായിരുന്നു എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഇരുപക്ഷങ്ങളും തുറന്ന മനസ്സോടെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ചില കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടായെന്നും സൂചന നൽകുന്നതാണ് ഈ വിലയിരുത്തൽ. ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വെള്ളിയാഴ്ചയും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ആയതിനാൽ അടുത്ത ദിവസങ്ങളിലും ഈ ചർച്ചകൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ തുടരുമെന്ന് ഉറപ്പാണ്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി സംഘർഷപൂർണ്ണമാണ്. അതിർത്തി പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വെടിവെപ്പുകളും ആക്രമണങ്ങളും നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഹിസബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൂടുതൽ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കിയത്. വാഷിംഗ്ടണിലെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ചർച്ചകൾ നടന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് നിരവധി പ്രധാന ഉദ്യോഗസ്ഥരാണ്. ഇസ്രായേലിലെ US അംബാസിഡർ, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഉപദേശകൻ മൈക്കിൾ നിക്കാം, ലെബനനിലെ US അംബാസിഡർ എന്നിവരാണ് ചർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത്. ഇസ്രായേൽ സംഘത്തെ നയിച്ചത് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറാണ്. അദ്ദേഹത്തിനോടൊപ്പം ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇത് സാധാരണ രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, സുരക്ഷയും സൈനിക വിഷയങ്ങളും ചർച്ചയുടെ പ്രധാന ഭാഗമായെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. ലെബനൻ സംഘത്തിലും പ്രധാന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മുൻ US അംബാസിഡർ, ഇപ്പോഴത്തെ അംബാസിഡർ, ലെബനന്റെ സൈനിക പ്രതിനിധികൾ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ഒരു സമാധാന കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുക എന്നതാണ്. അതായത് ഇരു രാജ്യങ്ങളും എങ്ങനെ വെടിനിർത്തൽ പാലിക്കും, അതിർത്തി മേഖലയിൽ എങ്ങനെ സമാധാനം നിലനിർത്തും, ഭാവിയിൽ സംഘർഷം ഒഴിവാക്കാൻ എന്ത് നടപടികൾ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ വളരെ ആഴത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മുമ്പത്തെ ഈ ചർച്ചകളിൽ കൂടുതലായ രാഷ്ട്രീയ കാര്യങ്ങളായിരുന്നു ശ്രദ്ധയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സൈനിക പ്രതിനിധികളും ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആയതിനാൽ സുരക്ഷാ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണ്. ഇപ്പോഴത്തെ ചർച്ചകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. US പ്രസിഡന്റ് പ്രഖ്യാപിച്ച 3 ആഴ്ചത്തെ വെടിനിർത്തൽ ഉടമ്പടി കാലാവധി അവസാനിക്കാൻ പോകുന്ന സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ആയതിനാൽ ഈ ചർച്ചകളുടെ ഫലം വളരെ പ്രധാനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ തുടരുമോ, പുതിയ ധാരണയിലേക്ക് പോകുമോ എന്നതിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകാം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം ചർച്ചകൾ നടക്കുന്നതിനൊപ്പം നിലത്ത് സൈനിക നടപടികളും തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ഹിസബുള്ളക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതായി അറിയിച്ചു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ചില ദൃശ്യങ്ങളും പങ്കുവച്ചു. ഈ ദൃശ്യങ്ങളിൽ ഹിസബുള്ള അംഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ഒളിത്താവളങ്ങൾ തകർത്തതായും കാണിക്കുന്നതായി IDF പറയുന്നു. സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം 400-ലധികം ഹിസബുള്ള അംഗങ്ങളെ വധിച്ചുവെന്നും 1000-ലധികം ആയുധങ്ങൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. എന്നാൽ ഇത്തരം കണക്കുകൾ യുദ്ധ സാഹചര്യത്തിൽ സ്വതന്ത്രമായി പരിശോധിക്കുക എളുപ്പമല്ല എന്ന് വിദഗ്ധർ പറയുന്നു. പലപ്പോഴും ഇരുപക്ഷങ്ങളും അവരുടെ വിജയങ്ങൾ കൂടുതലായി അവതരിപ്പിക്കാറുണ്ട്. ആയതിനാൽ ഔദ്യോഗിക അവകാശവാദങ്ങളെ സൂക്ഷ്മമായി കാണേണ്ടതുണ്ട്. ഇസ്രായേലിന്റെയും ഹിസബുള്ളയും തമ്മിലുള്ള സംഘർഷം ലെബനനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലുള്ള പല കുടുംബങ്ങളും വീടുകൾ വിട്ട് സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും പല സ്ഥലങ്ങളും അടച്ചുകിടക്കുകയാണ്. ഇസ്രായേലും അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആശങ്ക തുടരുകയാണ്. റോക്കറ്റ് ആക്രമണ ഭീഷണി കാരണം പലപ്പോഴും ആളുകൾ സുരക്ഷാ ഷെൽട്ടറിലേക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ആയതിനാൽ സമാധാന ചർച്ചകൾ സാധാരണ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമല്ല, ആയിരക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. അമേരിക്ക ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുന്നത് അതുകൊണ്ടാണ്. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. കാരണം ഈ മേഖലയിലെ സംഘർഷം വ്യാപിച്ചാൽ ലോകരാഷ്ട്രത്തെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും അത് ബാധിക്കാം. ഇപ്പോഴത്തെ ചർച്ചകൾ വിജയകരമായാൽ അതിർത്തി മേഖലയിൽ സ്ഥിരത കൊണ്ടുവരാൻ സഹായിക്കാം. എന്നാൽ ചർച്ചകൾ എളുപ്പമാകില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം ഇരുപക്ഷങ്ങളും സുരക്ഷാ ആശങ്കകൾ ശക്തമാണ്. വിശ്വാസക്കുറവും വലിയ പ്രശ്നമാണ്. ഹിസബുള്ളയുടെ സാന്നിധ്യം ഇസ്രായേലിന് സുരക്ഷാ ഭീഷണിയാണെന്ന് ഇസ്രായേൽ പറയുന്നു. മറുവശത്ത് ഇസ്രായേലിന്റെ സൈനിക നടപടി ലെബനന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നാണ് ലെബനന്റെ നിലപാട്. ഈ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു സമാധാന ധാരണയിലെത്തുക വളരെ പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും ചർച്ചകൾ തുടരുന്നത് തന്നെ ഒരു നല്ല സൂചനയായാണ് കാണപ്പെടുന്നത്. പലപ്പോഴും സംഭാഷണം അവസാനിക്കുമ്പോഴാണ് സംഘർഷം കൂടുതൽ വഷളാകുന്നത്. ആയതിനാൽ ഇരു രാജ്യങ്ങളും ചർച്ച മേശയിൽ തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹം സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ദിവസങ്ങളിൽ എന്ത് തീരുമാനങ്ങളാണ് ഉണ്ടാകുക എന്നത് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുമോ, പുതിയ സുരക്ഷാ ധാരണയിലാകുമോ എന്ന് ഉടൻ വ്യക്തമാകും. വാഷിംഗ്ടണിൽ നടന്ന ഈ മൂന്നാം ഘട്ട സമാധാന ചർച്ച മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ഈ ചർച്ചകൾക്ക് കഴിയുമോ എന്നതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. സമാധാനം എളുപ്പത്തിൽ ലഭിക്കില്ല എങ്കിലും സംഭാഷണം തുടരുന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാരണം യുദ്ധത്തെക്കാൾ നല്ലത് എല്ലായ്പ്പോഴും ചർച്ചകളാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.